VMTV ന്യൂസിന്റെ ആറ്റുകാൽ സ്പെഷ്യൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല യഥാർത്ഥത്തിൽ സത്യമാകുന്നത് ഈ ഒരു കാഴ്ചയിലൂടെയാണ്. ദേവീ ചൈതന്യം നേടുവാനായി ഒരാഴ്ച മുന്നേ എത്തിയ നിരവധി ഭക്തജനങ്ങളെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത് വഴുതക്കാട് കമ്മീഷണർ ഓഫീസിന്റെയും DPA ജംഗ്ഷൻ തൈക്കാട് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡുകളും ഇരുവശങ്ങളും നിറഞ്ഞ നിലയിലാണ് ഞങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ ബേക്കറി ജംഗ്ഷന്റെ സമീപത്തും എല്ലാ സ്ഥലവും കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും അത്യപൂർവമായ തിരക്കാണ് പൊങ്കാലയോടനുബന്ധിച്ച് പൊങ്കാല ഇടാൻ വരുന്നവരും അതോടൊപ്പം പൊങ്കാലയ്ക്ക് കൂടെ വരുന്നവരും എല്ലാം നിൽക്കുന്നത്. റോഡുകളെല്ലാം കമനീയമായ രീതിയിൽ അലങ്കരിക്കുന്ന രീതിയും അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളായ നിരവധി പേർ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരെല്ലാം നിരവധി പ്രവർത്തനങ്ങൾ ഒരുമയോടുകൂടി, ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഈ പൊങ്കാല നാളിൽ തിരികൊളുത്താനുള്ള സമയം ആവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഏറ്റവും ഇതായുള്ള രീതിയിലുള്ള ഒരു ആണ് കാണാൻ സാധിക്കുന്നത്. .40 തിരി കൊളുത്തുവാനുള്ള ആ ഒരു സമയം ആയി. എന്തായാലും ഈ ഒരു മഹാ അഗ്നി ദേവിയുടെ ചൈതന്യം എല്ലാ ഭാഗങ്ങളിലും എത്തുവാനായി നിരവധി കേരളത്തിനകത്തു നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആൾക്കാരാണ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും പൊങ്കാലയ്ക്ക് തിരി കൊളുത്തുവാനുള്ള സമയമായി. ഓരോ സ്ഥലങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോഴും ഒരു സ്ഥലം പോലും ഇല്ലാത്ത രീതിയിൽ രണ്ട് വശവും പൊങ്കാല കലങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിവസങ്ങൾക്ക് മുന്നേ വന്ന അമ്മമാർ, കുട്ടികൾ, അങ്ങനെയുള്ള നിരവധി പേരാണ് ഇവിടെ ഈ പൊങ്കാലയുടെ അതോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അമ്മയുടെ കടാക്ഷം ലഭിക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഗവൺമെന്റിന്റെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷന്റെയും കയ്യൊപ്പ് ഇതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നിരവധി പേരുടെ അഭിപ്രായത്തിൽ ഭക്ഷണവും വെള്ളവും അതോടൊപ്പം തന്നെ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഈ നിമിഷം വരെ, അതായത് പൊങ്കാല കലത്തിൽ തിരി തെളിയുന്ന ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ബുദ്ധിമുട്ടും അവർക്ക് ആർക്കും ഉണ്ടാകാത്ത ഒരു നിലയിലാണ് ഉള്ളത്. നിരവധി പേർക്ക് സഹായമായി നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലുള്ള പൊങ്കാലയെക്കുറിച്ചുള്ള തിരക്കുകൾ അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. മറക്കാതെ കാണുക VMTV ന്യൂസ്. അമ്മേ ശരണം, ദേവീ ശരണം.